ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അതായത് നമ്മുടെ അനിമോളെ കുറിച്ചിട്ടാണ് ഇട്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു അങ്കിൾ പറയുവാണ് അനിമോളെ എതിർക്കുന്നതെല്ലാം കൂടുതലും സ്ത്രീകളാണ്. അനിമോൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത കപ്പ് വാങ്ങിച്ചുകൊണ്ട് അനിമോളെ സപ്പോർട്ട് ചെയ്യേണ്ട പകരം അനിമോളോട് എതിർത്ത് നിൽക്കുന്ന മുഴുവൻ സ്ത്രീകളാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് ഒരുപാട് പോസിറ്റീവ് കമൻസും വന്നു, നെഗറ്റീവ് കമൻസ് കുറച്ച് വന്നിട്ടുള്ളൂ. വിരലെണ്ണാവുന്ന നെഗറ്റീവ് കമൻസ് എനിക്ക് അതിന് വന്നിട്ടുള്ളൂ. അതിലെനിക്ക് കമൻസ് വന്നതിൽ ഒരു പുള്ളി എനിക്ക് കമൻറ്റ് ഇട്ടു. അതിന് ഞാനൊരു റിപ്ലൈയും കൊടുത്തു. കമൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്: ലൈവ് കണ്ടിട്ട് നീ പറ, എപ്പിസോഡ്സ് കാണുന്നവർ ഇതേ പറയൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്കൊരു കമൻറ്റ് ചെയ്തു. അപ്പം ഞാൻ അദ്ദേഹത്തിന് റിപ്ലൈ കൊടുത്തു, കമൻ്റായിട്ട് റിപ്ലൈ കൊടുത്തു. ചേട്ടാ 3 months ലൈവ് കണ്ടതാണ്, ഇപ്പം ആരാ ലൈവ് കാണാത്ത എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ 3 months ഫുൾ ലൈവ് കണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നെ അതിന് റിപ്ലൈ ആയിട്ട് പുള്ളി എനിക്കൊരു കമൻറ്റ് തന്നു. എന്നാൽ നീ പറ 2 ദിവസത്തെ മോർണിംഗ് സോങ്സ് ഏതൊക്കെയാണെന്ന് പറയാൻ പറഞ്ഞു. ഇതുപോലെയുള്ള ചീഞ്ഞളിഞ്ഞ കമൻറ്റിന് ഞാൻ എന്ത് റിപ്ലൈ ചെയ്യാൻ കൊടുക്കേണ്ടത്? ഞാനൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, കുറച്ച് യാത്രയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയപ്പോൾ തന്നെ ഞാൻ അതിനൊരു കമൻറ്റ് കൊടുത്തു, ആഹാ തമാശ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇദ്ദേഹം ഇട്ട് ഈ കമൻറ്റ് പുള്ളി അത് എന്നിട്ട് ഡിലീറ്റ് ആക്കി. ഞാൻ ആ തമാശ എന്ന് റിപ്ലൈ കൊടുത്തപ്പോഴത്തേക്കും പുള്ളി അത് ഡിലീറ്റ് ആക്കി. ഇയാളുടെ പേര് ഞാൻ പറയാൻ മറന്നുപോയി. അച്ചു സിബ്ലി എന്നെന്തോ പറയുന്ന പേരാണ്, ഇൻസ്റ്റാഗ്രാം പേജാണ് പുള്ളി. ഞാൻ അതിൻ്റെ പ്രൊഫൈലൊന്ന് ഞാൻ താഴെ കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് ഇദ്ദേഹം എനിക്ക് വീണ്ടും അദ്ദേഹം ഇട്ട കമൻറ്റ് ഡിലീറ്റ് ആക്കിയതിന് ശേഷം മറ്റൊരു കമൻറ്റ് ഇദ്ദേഹം എനിക്ക് ഇട്ടു. എന്താണെന്ന് വെച്ചാൽ, എന്നാൽ നീ പറ, ബോൾട്ട് അടുക്കി വെക്കുന്ന ടാസ്കിൽ റെന എത്ര വട്ടം അത് നേരെ അടുക്കി വെച്ചു? 3 മാസം ഇരുന്ന് ലൈവ് കണ്ട ആളല്ലേ, പറ കേൾക്കട്ടെ. ഇതുപോലെയുള്ള ചോദ്യത്തിന്, അതായത് കമൻറ്റിന് ഞാൻ എന്തുത്തരം ഞാൻ പറയേണ്ടത്? ഞാനതിനൊന്നും സംസാരിച്ചില്ല. പിന്നെ എനിക്ക് എൻ്റെതായ തിരക്കും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഫ്രീ ആകുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് അതിലും ഭേദം ഞാനിത് ഡയറക്റ്റ് പറയുന്നതായിരിക്കും, കമൻറ്റിൽ കൂടി കളിക്കുന്നതിനേക്കാളും ബെറ്റർ. അതാണ് ഞാൻ ഈ ചേട്ടനോട് പറയാനുള്ളത്. ചേട്ടാ എനിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം വേറെ കമൻറ്റ് ഇട്ടോട്ടോ, എന്താ മറുപടിയില്ലേ? ഞാൻ അദ്ദേഹത്തിന് ഉത്തരവൊന്നും കൊടുത്തില്ല. എന്താ മറുപടിയില്ലേ, തരത്തിൽ പോയി കളിക്ക്, കൊണയടി നിർത്തി ചോദിച്ചതിന് മറുപടി താ എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം എനിക്ക് കമൻറ്റ് ഇട്ടു. ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. പിന്നെ എനിക്ക് ചേട്ടനോടൊരു കാര്യം പറയാനുള്ളത്, ലൈവ് കണ്ട വ്യക്തി എന്ന നിലക്കാണ് ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെതായ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ലൈവ് കാണാത്ത ഒരു വ്യക്തിയല്ല ഞാൻ. ലൈവ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഇതിന് ഞാൻ അനിമോൾക്ക് എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചേക്കണത്. ഏട്ടൻ്റെ പോലത്തെ ഇതുപോലെ ചീപ്പ് കമൻസിനൊന്നും എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ എന്തെങ്കിലും ഒരു ഇച്ചിരി കുറച്ചെങ്കിലും ലോജിക്കുള്ള കമൻസ് ഒക്കെ ആണെങ്കിൽ പറയാം. അതുപോലെ തന്നെ ചേട്ടനൊന്ന് പറഞ്ഞേ, ഇതിൽ അനിമോൾ ചെയ്ത എന്ത് ക്വാളിറ്റിയുള്ള എന്ത് ഗെയിമാണെന്നൊന്ന് പറഞ്ഞേ. ചേട്ടനൊന്ന് പറ. ഒരുപാട് 3 മാസം അനിമോൾ നിന്ന് കളിച്ചിട്ടുള്ളതല്ലേ. ചേട്ടൻ തന്നെ പറ, അനിമോൾ ചെയ്ത ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഗെയിം അത് ഏതാണെന്ന് ചേട്ടനൊന്ന് പറഞ്ഞു തരാം. ഒന്ന് പറഞ്ഞതാ കേട്ടോ. അടി അങ്ങനെയുള്ള വർത്തമാനമൊന്നും എൻ്റെ അടുത്ത് പറയാൻ നിൽക്കേണ്ട. അതൊക്കെ ചേട്ടൻ്റെ ആൾക്കാരോട് പോയി പറഞ്ഞാൽ മതി. പിന്നെ വേറൊന്ന് പറയുമ്പോൾ ഈ കമൻറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കേ അത് ലൈവ് കാണാത്തവരോട് പോയി കണ്ടവരോട് പോയി പറയരുത് കേട്ടോ.